ഇടുക്കി തൊടുപുഴ മയിലാടുംപാറയ്ക്ക് സമീപമാണ് ഈ ദാരുണമായ കൊലപാതകം നടന്നിട്ടുള്ളത്. 63-കാരിയായ അമ്മയെ മകൻ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മയിലാടുംപാറ സ്വദേശിയായിട്ടുള്ള റൈച്ചൽ ജോസഫ് എന്ന 63-കാരിയെയാണ് മകൻ ലിജോ ജോസഫ് തലക്കടിച്ച് ഇന്ന് ഉച്ചയോടുകൂടി കൊലപ്പെടുത്തിയത്. നാട്ടുകാരാണ് റൈച്ചലിന്റെ യാതൊരു ശബ്ദവും കേൾക്കാതെ വന്നതോടുകൂടി വന്ന് പരിശോധിക്കുമ്പോൾ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് മരിച്ചു കിടക്കുന്ന നിലയിൽ റൈച്ചലിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഓടി രക്ഷപ്പെട്ടു എന്ന് കരുതിയിരുന്ന ലിജോയെ പോലീസ് തൊടുപുഴയ്ക്ക് സമീപത്ത് നിന്ന് പിടികൂടുന്നത് എന്നുള്ളതാണ്. ലിജോ നിരന്തരമായി ലഹരി ഉപയോഗിക്കുമെന്നും ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതേസമയം നാട്ടുകാർ പറയുന്നു ഇയാൾ മാനസിക വിഭ്രാന്തി അടക്കം കാണിച്ചിരുന്ന ആളാണ് എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും ദാരുണമായ വശം റൈച്ചലെ കഴിഞ്ഞ കുറച്ചു കാലമായി കൊച്ചിയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഹോം നഴ്സായി ജോലി ചെയ്തു വരികയാണ്. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ മകനെ കാണുവാൻ വേണ്ടി മാത്രമാണ് അവർ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ മകനെ കാണുവാൻ വേണ്ടി വന്ന അവസരത്തിലാണ് ഈ ദാരുണമായ കൊലപാതകം നടക്കുന്നത് എന്നുള്ളതാണ്. നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ള ആളാണ് ലിജോ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഇന്ന് ഇപ്പോൾ അല്പസമയത്തിന് മുൻപ് ഉച്ചയ്ക്ക് മുൻപായി വീട്ടിൽ ചെറിയ ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ലിജോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നാട്ടുകാർ കാണുകയും ഉണ്ടായി. പിന്നീട് റൈച്ചലിന്റെ യാതൊരു ശബ്ദവും കേൾക്കാതെ വന്നതോടുകൂടിയാണ് നാട്ടുകാർ എത്തി പരിശോധിക്കുന്നതും അപ്പോഴാണ് മൃതദേഹം കണ്ടെടുക്കുന്നതും ചെയ്യുന്നത്. ഏതായാലും പോലീസ് ലിജോയെ തേടിയിട്ടുള്ള അന്വേഷണം ഏറ്റവും വേഗത്തിൽ വ്യാപിപ്പിക്കുകയും പിന്നീട് ഏറ്റവും വേഗത്തിൽ ലിജോയെ തൊടുപുഴയ്ക്ക് സമീപത്ത് നിന്ന് പിടികൂടുവാനും കഴിഞ്ഞു എന്നുള്ളതാണ്. പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത് എന്നാണ് നാട്ടുകാർ തന്നെയും പറയുന്നത്. ഏതായാലും ദാരുണമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. 63 വയസ്സുകാരിയായിട്ടുള്ള അമ്മയെ സ്വന്തം മകൻ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. മൃതദേഹം നമുക്ക് കാണുവാൻ കഴിയും. അതിദാരുണമായി തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, ഇവിടെ ഉള്ള ആളാണോ? എന്താ സംഭവിച്ചത്? എനിക്കറിയില്ല. പക്ഷെ അവൻ ഓൾറെഡി ഡ്രങ്കാർഡായിരുന്നു. അവൻ സ്ഥിരം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. പ്രശ്നം ഡ്രങ്കാർഡായിരുന്നു അവൻ. ഓൾറെഡി അവനെ ഞാൻ തന്നെ ഇവനെ ഡീലക്ഷണത്തിന് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവന്റെ അമ്മ എന്നെ സ്ഥിരം ഓട്ടം വിളിക്കുന്ന ആളാ. ചേച്ചി വീട്ടിൽ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ അയാൾ? അങ്ങനെ സാധാരണ ഇല്ല. അവന് വേണ്ടിയാണ് ആ ചേച്ചി ജീവിക്കണം. അവന് വേണ്ടിയാ. എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. അവൻ ഡ്രങ്കാർഡായിരുന്നു. മദ്യമായിരിക്കും അതിന് കാരണം. മദ്യ നല്ല ഡ്രങ്കാർഡായിരുന്നു. തീർച്ചയായും ലഹരി ആണ് ഈ ക്രൂരമായ കൊലപാതകത്തിലേക്ക് ലിജോയെ നയിച്ചത് എന്നാണ് അയൽവാസികളും പറയുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിലായിരുന്നു റൈച്ചലിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. തൊടുപുഴ ഡിവൈഎസ്പി അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലിജോയെ കൊലപാതകത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ലിജോയെ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിന്റെ ഒരു നേട്ടമാണ്. ഇനി ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ്. ഷെറിൻ മോഹനോടൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.